ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അഭിഷേകാണ്. സോ ഗൈസ്, ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് KTM ഡ്യൂക്ക് 250 BS6 ആണ് കേട്ടോ. സോ നിങ്ങൾ തമിഴിൽ കണ്ടതുപോലെ തന്നെ നമ്മുടെ ഈ വണ്ടിയുടെ ഒരു ചെറിയ യൂസർ എക്സ്പീരിയൻസ് ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഈ വണ്ടി ഏകദേശം 1.5 വർഷത്തോളം പഴക്കമുണ്ട് കേട്ടോ. അതായത് ഈ വണ്ടി ഇതിൻ്റെ ഓണർ ഈ വണ്ടി എടുത്തിട്ട് ഏകദേശം 1.5 വർഷമായി. പുള്ളിക്കാരൻ നമ്മുടെ ഒരു ഫ്രണ്ട് കൂടിയാണ് കേട്ടോ. അതായത് എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് കൂടിയാണ്. ഈ വണ്ടി എടുത്തത് തൊട്ട് തന്നെ ഞാനും ഈ വണ്ടി ഓടിക്കുന്നുണ്ട് കേട്ടോ. ഞാനും മാറി മാറി ഓടിക്കാറുണ്ട് ഈ വണ്ടി. സോ എനിക്കും നന്നായിട്ട് ഈ വണ്ടി യൂസർ എക്സ്പീരിയൻസ് പറയാനായിട്ട് പറ്റും കേട്ടോ. സോ ഗൈസ്, നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് ബെല്ലൈക്കൺ എനേബിൾ എങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. മാത്രമല്ല നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പും ഇൻസ്റ്റാ പേജും ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഏത് വണ്ടിയോടുള്ള കണ്ടന്റ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ, പിന്നെ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചോദിക്കാവുന്നതാണ്. സോ നമുക്ക് എന്തായാലും പവറാക്കാം. നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. സോ ഗൈസ്, നമുക്ക് ആദ്യം തന്നെ പറയാനുള്ള വണ്ടിയുടെ ഒരു ലുക്കാണ് കേട്ടോ. ഈ റോഡ് ഇംപ്രഷന് കിട്ടാൻ പറ്റിയൊരു ബെസ്റ്റ് ലുക്കാണ് കേട്ടോ. കാരണം വണ്ടി നോക്കിയത് തന്നെ അറിയാം, ലുക്കിൻ്റെ കാര്യത്തിൽ സ്റ്റോക്ക് ആയിട്ട് കഴിഞ്ഞിട്ട് വേറെ ഗ്രാഫിക്സ് വർക്കോ വേറെ സ്റ്റിക്കർ വർക്കോ ഒന്നും ചെയ്തിട്ടില്ല. വണ്ടി ഒരു സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെയാണ് ഇപ്പോഴും വണ്ടി കീപ്പ് ചെയ്യുന്നത് കേട്ടോ. പക്ഷേ ഈ വണ്ടിയിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും വണ്ടിയിൽ വരുത്തിയുള്ള മാറ്റങ്ങളോട്ട് പോകാം. ഈ വണ്ടിയുടെ ലുക്കിനെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നോക്കി തന്നെ കാണാം, നമ്മുടെ ടാങ്ക് അവളുടെ ഭാഗത്ത് ഒരു ഡ്യൂക്ക് 250 എന്ന് പറയുന്നത് മെൻഷനിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഷാസി, ഈ ഡ്യൂക്കിൻ്റെ വണ്ടികളുടെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ അവരുടെ ഷാസി അവർ ഈ ഒരു ഓറഞ്ച് കട്ട് കൊടുക്കുന്നത് വണ്ടി കാണാനായിട്ട് തന്നെ ഒരു ലുക്കിൻ്റെ മാറ്റം വരുത്തുന്ന ഈ ഒരു ഷാസിയിലാണ് കേട്ടോ. മാത്രമല്ല വണ്ടിയുടെ ഓവറോൾ ലുക്ക് ഒരു ഷോർട്ട് ലുക്കായിട്ടാണ് നമുക്ക് വണ്ടി തോന്നട്ടെ. അതായത് ഒരു ബൾക്കി ഫീൽ അല്ല, ഒരു ഷോർട്ട് ലുക്കായിട്ടാണ് നമുക്ക് ഡ്യൂക്കിൻ്റെ ഏത് വണ്ടി എടുത്താലും നമുക്ക് BS6 ആയാലും BS4 ആയാലും BS3 ആയാലും BS3 ഇതിനേക്കാൾ കുറച്ചുകൂടി ഷോർട്ടാണ് കേട്ടോ കാണാനായിട്ട്. ഇതിനേക്ക് അപേക്ഷിച്ചും കുറച്ചുകൂടി വെയിറ്റും കുറവാണ്. BS3 വരുമ്പോൾ പവറും കൂടുതലാണ് കേട്ടോ. BS3യുടെ അതേ പവറാണ് ഇപ്പോൾ ഇറങ്ങുന്ന വണ്ടികൾക്ക്, അതായത് ഇപ്പോൾ ഇറങ്ങിയ 250ക്കും 390ക്കും അതേ പവർ ഉണ്ടെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് കേട്ടോ. സോ ഇപ്പോൾ ഇറങ്ങുന്ന വണ്ടികളുടെ വീഡിയോ എന്തായാലും ഞാൻ ഈ ചാനലിൽ വൈകാണ്ട് പോസ്റ്റ് ചെയ്യും കേട്ടോ. സോ നമുക്ക് എന്തായാലും ഇതിൻ്റെ വർക്കിലോട്ട് പോകാം കേട്ടോ. ഇതിൽ ചെയ്തിട്ടുള്ള വർക്ക് എന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ നമുക്ക് പറയാനുള്ള PPF ആണ് കേട്ടോ. ഈ വണ്ടിയിൽ PPF ഒരിക്കൽ ചെയ്തിട്ട് അത് റിമൂവ് ചെയ്ത് രണ്ടാമത് PPF ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ രണ്ടാമത് PPF ചെയ്യുന്ന വീഡിയോ നിങ്ങൾ ഈ വീഡിയോ കണ്ട് തൊട്ടടുത്ത വീഡിയോ PPFൻ്റെ വീഡിയോ വരും കേട്ടോ. അതായത് നമ്മൾ ഈ വണ്ടി ഇന്നലെ കൊണ്ട് PPF ചെയ്തതാണ് കേട്ടോ. സോ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് തൊട്ടടുത്ത്, അതായത് ഞാൻ അടുത്ത പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഈ വണ്ടിയിലെ PPF വർക്കായിരിക്കും കേട്ടോ. കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ PPF ഈ വണ്ടി ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ നമ്മുടെ PPF വർക്കായിരിക്കും. PPF ചെയ്തപ്പോൾ നമ്മൾ ടാങ്കിൻ്റെ ആ ഒരു പെട്രോൾ ടാങ്കിൻ്റെ ഭാഗം കാർബൺ ഫൈബർ സ്റ്റിക്കറൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇതിലോട്ട് വരാം. ആദ്യം തന്നെ നമുക്ക് ചെയ്തിട്ടുള്ള ടാങ്കിൽ PPF ചെയ്തിട്ടുണ്ട് കേട്ടോ. മാത്രമല്ല വേറെ നമുക്ക് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ബാക്ക് ടെയിൽ ടൈഡ് കട്ട് ചെയ്ത് ഷോർട്ട് ടെയിൽ ടൈഡ് വെച്ചിട്ടുണ്ട്. അതായത് ഇങ്ങോട്ട് തള്ളി നിങ്ങൾ ടെയിൽ ടൈഡ് സ്റ്റോക്ക് ആയിട്ടുള്ളത് മാറി ഷോർട്ട് ആയിട്ടുള്ള ഒരു ടെയിൽ ടൈഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മാത്രമല്ല ബാക്ക് ടെയിൽ ലൈറ്റ് നോക്കുകയാണെങ്കിൽ ടെയിൽ ലൈറ്റ് കൂടി സ്മോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഓണർ എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ ഭയങ്കര ലാലേട്ടൻ ഫാനാണ് കേട്ടോ. പുള്ളിക്കാരൻ നമ്പറാണ് നോക്കിയാൽ കാണാം, 2255 ആണ് കേട്ടോ. ഇതിൻ്റെ ബാക്ക് ടെയിൽ ലൈറ്റൊക്കെ സ്മോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതും വണ്ടിയിലൊരു അത്യാവശ്യം നല്ല ലുക്ക് തന്നെ മാറ്റം വരുന്നുണ്ട് കേട്ടോ. ഒരു ടെയിൽ ലൈറ്റ് സ്മോക്ക് ചെയ്തപ്പോൾ ബാക്കിൽ നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു ലുക്കാണ്. അതിൽ നമുക്ക് എന്തായാലും ഓണായി ഞാൻ കാണിച്ചു തരാം. പിന്നെ ബാക്കിൽ ടയർ നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് ടയറുള്ള സ്റ്റോക്കായിട്ട് പറഞ്ഞ ടയർ മാറിയിട്ട് ബാക്കിൽ അപ്പോളോ ഒരു ടയർ പുതിയത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോളോ ആൽഫ H 150 60 17 ബാക്കിൽ ഒരു ടയർ കൂടി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതായത് ഇത് രണ്ടാമത്തെ ടയറാണ്. സ്റ്റോക്ക് ടയർ പോയിട്ട് രണ്ടാമത്തെ ടയറാണ് കേട്ടോ. അതായത് സ്റ്റോക്ക് ടയർ ഒരിക്കൽ മാറി പിന്നെയും അപ്പോളോ ആൽഫ H 1 ഞാൻ ഒരിക്കൽ വാങ്ങിച്ചിട്ട് ഇത് രണ്ടാമത് വാങ്ങിയിട്ട് ആൽഫ H 1 ആണ് കേട്ടോ. ഇത് രണ്ടാമത്തെ ആൽഫ H 1 ആണ്. അത്യാവശ്യം നല്ല പെർഫോമൻസ് തരണുണ്ട് കേട്ടോ ആൽഫ H 1. ഞാൻ ഈ ടയറിൻ്റെ കാര്യം എടുത്തു പറയേണ്ട ആവശ്യമില്ല. ആൽഫയുടെ ടയർ എല്ലാവർക്കും അറിയാം, അത്യാവശ്യം നല്ല മാരക ടയർ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ റേറ്റും അത്യാവശ്യം നല്ല റേറ്റും പറഞ്ഞുണ്ട്. ഫ്രണ്ടിലെ ടയർ നോക്കുകയാണെങ്കിൽ അത് തന്നെ സ്റ്റോക്ക് ടയർ മാറി ആൽഫ H 1 ടയറാണ്. പക്ഷേ ഇത് ഫസ്റ്റ് ടയറാണ്. അതായത് സ്റ്റോക്ക് ടയർ മാറി രണ്ടാമത്തെ ടയറാണ്. ഇത് ഒരു ടയർ മാറിയിട്ടുള്ളൂ. പക്ഷേ ബാക്കിൽ സ്റ്റോക്ക് ടയർ ഉൾപ്പെടെ 3 ടയർ മാറിയിട്ടുണ്ട് കേട്ടോ. 2 ആൽഫ H 1 ഒരു സ്റ്റോക്ക് ടയറും. പിന്നെ ഫ്രണ്ടിലോട്ട് പറയുകയാണെങ്കിൽ ഒരു ടയർ മാത്രമേ മാറിയിട്ടുള്ളൂ. ആൽഫയുടെ ഒരു ടയർ മാത്രമേ ഫ്രണ്ടിൽ മാറിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ അത് ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ നമ്പർ പ്ലേറ്റ്, ഇവിടെ ഒരു നമ്പർ പ്ലേറ്റ് എടുത്ത് നമ്മുടെ 39 സെറ്റ് ചെയ്യുമ്പോൾ മുകളിൽ മീറ്ററിൻ്റെ ഭാഗത്തായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതും ഒരു ലുക്കിൻ്റെ കാര്യത്തിൽ അതും ഒരു കിടിലാണ് കേട്ടോ. അതായത് നോക്കിയാൽ തന്നെ കാണാം നമുക്കൊരു 390 ലുക്കൊക്കെ പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു ഫ്രണ്ടിൽ നോക്കുമ്പോൾ 390 ലുക്കൊക്കെ കിട്ടും കേട്ടോ. പിന്നെ 6 പാക്ക് LED ഹെഡ്ലൈറ്റ് ഒക്കെയാണ് വരുന്നത്. അതൊന്നും വേറെ കാര്യങ്ങളും ചെയ്തിട്ടില്ല. ഇതിലെന്തായാലും നമ്മൾ വൈകാതെ ഒരു RGB വർക്ക് കൂടെ ചെയ്യും കേട്ടോ. നമ്മുടെ സനൽ ബ്രോ എടുത്തുന്ന ഒരു RGB വർക്ക് കൂടെ നമ്മൾ എന്തായാലും വൈകാതെ വണ്ടി ചെയ്യും. അതിൻ്റെ വീഡിയോ വൈകാതെ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യും കേട്ടോ. പിന്നെ അടുത്തതായിട്ട് നോക്കുകയാണെങ്കിൽ വണ്ടിയിൽ ഹസാർഡ് ലൈറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ എക്സ്ഫ്ലാഷിൻ്റെ ഹസാർഡ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. സോ അത്രയുമാണ് വണ്ടിയിൽ പുറമെ വരുത്തിലുള്ള മാറ്റങ്ങളെന്ന് വെച്ചാൽ. പിന്നെ ഈ വണ്ടിയിൽ അവൻ എടുത്തതിന് ശേഷം കിട്ടിയ പണികളെന്ന് വെച്ചാൽ നമ്മുടെ ബാക്ക് ഷോക്ക് അബ്സർ ഒരിക്കൽ ലീക്ക് ആയിട്ടുണ്ട് കേട്ടോ. പക്ഷേ അത് വാറൻറ്റിയിൽ ക്ലെയിമായി വേറെ പുതിയ ഷോക്ക് അബ്സർ അവർ വെച്ച് തന്നു. എന്നിരുന്നാലും
ഭയങ്കരമായിട്ട്, അതായത് വണ്ടി എടുത്ത് ഏകദേശം 5-6 മാസം കഴിഞ്ഞപ്പോഴാണ് ബാക്ക് ഷോക്ക് ലീക്കായി വേറെ ഷോക്ക് വെച്ചത് കേട്ടോ. എന്താണ് കാരണം എന്ന് പറഞ്ഞുകൂടാ. ഇതും അതുപോലെയൊക്കെ തന്നെയാണ്, ഇത് പുതിയ ഷോക്ക് തന്നെയാണ്, അതുകൊണ്ട് ഇതിൽ വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ സ്റ്റോക്ക് ഷോക്ക് തന്നെയാണ് കേട്ടോ, നമ്മുടെ KTMൻ്റെ അവിടെ നിന്ന് വാറൻറ്റിയിലും ക്ലെയിം ചെയ്ത് മാറി തന്ന ഷോക്ക് തന്നെയാണ്. പിന്നെ ഫ്രണ്ടിലെ ഷോക്കാണെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല, നമ്മുടെ USD ഫോർക്കാണ്, അത് വേറെ കുഴപ്പമൊന്നുമില്ല. ബാക്ക് ഷോക്ക് നമ്മുടെ കസ്റ്റമർ ഒരിക്കൽ മാറിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സർവീസ് സെൻറ്ററിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഭയങ്കര മോശം അഭിപ്രായമാണ്. എന്തായാലും ഞാൻ സർവീസ് സെൻ്റർ കാര്യമൊക്കെ റൈഡിങ്ങിൽ എന്തായാലും പറഞ്ഞുതരാം കേട്ടോ. സോ ഗൈസ്, ഇത്രയൊക്കെയാണ് വണ്ടിയിൽ പുറമേ വരുത്തിലുള്ള മാറ്റങ്ങളാട്ടോ. പിന്നെ ഇനിയുള്ളതൊക്കെ ഞാൻ എന്തായാലും റൈഡിങ്ങിൽ പറഞ്ഞുതരാം. വേറെ ലുക്കിലൊന്നും വേറെ മാറ്റമൊന്നുമില്ല കേട്ടോ. ഞാൻ പറയുന്നത് തന്നെ സ്റ്റോക്ക് ലുക്കിലാണ് വണ്ടി കൊണ്ടു നടക്കുന്നത്. ആകെ പുറമേ വരുത്തിലുള്ള മാറ്റങ്ങൾ എന്ന് വെച്ചാൽ നമ്പർ പ്ലേറ്റ് മുകളിൽ ഹോൾഡ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഹസാർഡ് ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്, PPF ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ വണ്ടിയുടെ ഹാൻഡിൽ ബാർ ഒരിക്കൽ മാറിയിട്ടുണ്ട്. കാരണം ഹാൻഡിൽ ബാർ ഒരിക്കൽ മറിഞ്ഞാണ് ചെറുതൊന്ന് ബെൻഡായി. അപ്പോൾ ഹാൻഡിൽ ബാർ മാറി നമ്മുടെ സ്റ്റോക്ക് KTM 250യുടെ ഹാൻഡിൽ ബാർ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ മീറ്ററിൽ സ്മോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതാണ് നമ്മുടെ PPF ചെയ്തപ്പോൾ അതിൻ്റെ കൂടെ ചെയ്തതാണ്. ഞാനിതിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഇതിൽ കൂടുതലായിട്ട് പറയാനുള്ള കേട്ടോ. നമ്മുടെ അടുത്ത വീഡിയോ ഇതിനെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ് ആണ് കേട്ടോ. PPF കറക്റ്റ് എങ്ങനെയാണ് ചെയ്യണമെന്നുള്ള ഡീറ്റെയിൽസ് ഞാൻ എന്തായാലും അടുത്ത വീഡിയോയിൽ കറക്റ്റ് പറഞ്ഞുതരാം കേട്ടോ. ഇത്രയാണ് ഈ വണ്ടിയിൽ പുറമേ ചെയ്തിട്ടുള്ള മാറ്റങ്ങൾ. നമുക്കിനി എന്തായാലും സർവീസ് സെൻറ്ററിൻ്റെ കാര്യവും വണ്ടിയുടെ റൈഡിങ് കംഫർട്ടും എന്തായാലും നമുക്കിനി റൈഡ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞുതരാം കേട്ടോ. കേസ് നമുക്ക് എന്തായാലും ഒരു റൈഡ് എടുത്ത് ബാക്കി കാര്യങ്ങൾ പറയാം കേട്ടോ. റൈഡിങ് കംഫർട്ട് എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഡൊമിനറാണ് കേട്ടോ. കാരണം ഞാൻ പറഞ്ഞേ, ഇത് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് തികച്ചൊരു സ്പോർട്സ് സെഗ്മെൻറ്റ് വണ്ടിയാണ്. സോ റൈഡിങ് കംഫർട്ട് എന്തായാലും അതിനായിരിക്കും കൂടുതൽ, കാരണം അത് ടൂറിങ് പർപ്പസ് വണ്ടിയാണ് കേട്ടോ. എന്തായാലും നമ്മൾ ഡ്യൂക്ക് 250 ഡൊമിനോർ 250 തമ്മിലുള്ളൊരു കമ്പാരിസൺ വീഡിയോ ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യും കേട്ടോ. അതായത് 2 250 സെഗ്മെൻറ്റിലുള്ള സിംഹങ്ങളെയും വെച്ച് ഒരു കമ്പാരിസൺ വീഡിയോ ഞാൻ എന്തായാലും നമ്മുടെ ചാനൽ വൈകാണ്ട് തന്നെ പോസ്റ്റ് ചെയ്യും. നിങ്ങൾക്കത് വേണോ വേണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം. ആ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണോ വേണ്ടതെന്ന്. ഇപ്പം ഡൊമിനോർ ഉപയോഗിക്കുന്നവർ നമ്മുടെ ചാനലിലെ സബ്ബാണ്, ഡ്യൂക്ക് ഉപയോഗിക്കുന്നവരും സബ് കാണും. നിങ്ങൾക്ക് ആ ഒരു വീഡിയോ വേണോ വേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. പിന്നെ റൈഡിങ് കംഫർട്ട് നോക്കുകയാണെങ്കിൽ ഒരു സ്പോർട്സ് ബൈക്ക് ഓടിക്കുന്ന ഫീല് നമുക്ക് കിട്ടും കേട്ടോ. അതായത് ഒരു ഫുള്ളി നേക്കഡ് ആയിട്ടുള്ള ഒരു ബൈക്കാണ് ഡ്യൂക്ക് എന്ന് പറയുന്നത്. അതായത് ഒരു നമ്മുടെ കാറ്റ് പിടിക്കാതിരിക്കുക കറക്റ്റ് അതിൻ്റെ ഇടയിൽ തുരന്ന് കയറാൻ പറ്റുന്ന ആ ഒരു ലുക്കിലാണ് നമ്മൾ ആ ഡ്യൂക്ക് KTM എന്ന് പറയുന്ന ബ്രാൻഡ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. സോ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ആ ഒരു നേക്കഡ് ഫീൽ ആയതുകൊണ്ട് നമുക്ക് ആ ഒരു റൈഡിങ്ങിൽ ആ ഒരു ഫീല് നമുക്ക് കിട്ടണുണ്ട് കേട്ടോ. അതായത് നമുക്ക് എടുത്തിട്ട് പൊളക്കാൻ തോന്നുന്ന ആ ഒരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഡ്യൂക്കിനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് RPM കട്ട് ചെയ്ത് ഓടിക്കാൻ ഭയങ്കര ഫീലാണ് കേട്ടോ. RPM കറക്റ്റ് കട്ട് ചെയ്ത് നമുക്ക് ഓടിക്കാനായിട്ട് ഈ ഒരു RPM ലിമിറ്റിൻ്റെ റെഡ് ലൈറ്റ് കത്തി ഓട്ടിക്കുന്ന ആ ഒരു ഫീൽ നമുക്ക് കിട്ടുകയാണ് കേട്ടോ. ഡ്യൂക്കിൽ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ആ ഒരു ഫീൽ പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഡ്യൂക്കിൻ്റെ സർവീസ് സെൻറ്ററിൻ്റെ കാര്യം എന്തായാലും എനിക്ക് പറയേണ്ടി വരും കേട്ടോ. ഈ വണ്ടി എടുത്തത് തൊട്ട് സർവീസിനായിട്ട് കൊടുത്തിട്ടുള്ള നമ്മുടെ കരമന സർവീസ് സെൻറ്ററിലാണ് കേട്ടോ ഡ്യൂക്കിൻ്റെ. കരമന പൂജപ്പുര പോകുന്ന റൂട്ടാണ് ആ സർവീസ് സെൻറ്റർ ഇരിക്കുന്നത്. ഭയങ്കര മോശം ബിഹേവിങ് ആണ് കേട്ടോ സർവീസ് സെൻറ്ററിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടുള്ളത്. അതായത് കസ്റ്റമർ ഫ്രണ്ട്ലി എന്ന് നമുക്ക് പറയാൻ പറ്റൂല ഒട്ടും. അതായത് കസ്റ്റമേഴ്സിന് ഒരു വില കൊടുക്കാത്ത സർവീസ് സെൻ്ററായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ വണ്ടി ആ ഷോക്ക് അബ്സർ മാറാനായിട്ടായാലും എന്തിനായിട്ടായാലും ഒരു കസ്റ്റമേഴ്സിനെ ബഹുമാനിക്കാത്ത ഒരു സർവീസ് സെൻ്ററാണ് കേട്ടോ. ഇപ്പോഴത്തെ കാര്യം എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല. അതിന് ആ ഒരു ഇൻസിഡൻറ്റിന് ശേഷം ഈ വണ്ടി നമ്മൾ കഴക്കൂട്ടം സർവീസ് സെൻ്ററിലാണ് കൊടുക്കുന്നത് കേട്ടോ. അവിടെ വലിയ കുഴപ്പമൊന്നുമില്ല. സർവീസ് സെൻ്ററിൻ്റെ ഭാഗത്തൊന്നും അത്യാവശ്യം നീറ്റായിട്ടുള്ള ബിഹേവിങ് ആണ് കേട്ടോ കഴക്കൂട്ടം സർവീസ് സെൻ്ററിൻ്റെ ഭാഗത്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പക്ഷേ കരമന സർവീസ് സെൻ്റർ ഭയങ്കര മോശമെന്ന് തന്നെ പറയേണ്ടി വരും കേട്ടോ. പിന്നെ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ വണ്ടിയുടെ കസ്റ്റമറിന് വണ്ടിയിൽ വന്നിട്ടുള്ള പണികളാണ്. പുള്ളിക്ക് ഇപ്പോൾ നിലവിൽ വണ്ടി ഒരു 130-നപ്പുറം കയറാനായിട്ട് പറ്റൂല കേട്ടോ. അതായത് ഡ്യൂക്കിൻ്റെ കുഴപ്പമാണോ ഈ വണ്ടിയുടെ കുഴപ്പമാണോ എന്ന് അറിയത്തില്ല. 130 എത്തിയിട്ട് പിന്നെ വണ്ടി ഭയങ്കര വലിച്ചേക്കാണ് വണ്ടി കയറണം. അതെന്താണെന്ന് അറിയാൻ പാടില്ല. ഒരു പവർ ഇല്ലാത്തൊരു ഫീലാണ് കേട്ടോ കിട്ടണം. എന്തുകൊണ്ടാണെന്നറിയില്ല, പവർ ഇല്ലാത്തൊരു ഫീല് കറക്റ്റ് കിട്ടണുണ്ട്. അത് ഞാനും നോക്കി. എന്തായാലും ഞാൻ ഈ വീഡിയോയിൽ പവറൊന്നും ആഡ് ചെയ്യണില്ല കേട്ടോ. ഇതാണ് എനിക്ക് റൈഡിങ്ങിൻ്റെ ഭാഗത്ത് പറയാനുള്ളത്. ഇപ്പോൾ സർവീസ് സെൻ്ററിൻ്റെ ഭാഗത്ത് എന്തായാലും ഞാൻ പറഞ്ഞു. പിന്നെ എക്സ് ഫ്ലാഷ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമുക്കിപ്പോൾ എക്സ് ഫ്ലാഷ് ഇട്ടാണ് ഓട്ടിക്കുന്നത് കേട്ടോ. സംഭവം എക്സ് ഫ്ലാഷ് ഇട്ട് ഓട്ടിച്ചുകൂടാ, എങ്കിലും ഞാൻ ഈ വീഡിയോ ഇടുന്നതുകൊണ്ട് ജസ്റ്റ് എക്സ് ഫ്ലാഷ് ഇട്ട് ഓട്ടിക്കുകയാണ്. വെയിലത്ത് എക്സ് ഫ്ലാഷിന് വലിയ ലുക്കൊന്നുമില്ല കേട്ടോ. നൈറ്റൊക്കെ ആണെങ്കിൽ നല്ല ലുക്കാണ്. എന്തായാലും നമ്മൾ വൈകാതെ തന്നെ ഈ വണ്ടിയിൽ RGB ലൈറ്റ് സെറ്റ് ചെയ്യും കേട്ടോ. RGB ലൈറ്റ് സെറ്റ് ചെയ്യുന്ന വീഡിയോ വൈകാതെ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യും.
ഗൈസ് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയാൻ കേട്ടോ. ഈ വണ്ടിയിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പറയാം. കറക്റ്റ് കൊള്ളാമെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ആ ഒരു മോഡിഫിക്കേഷനും ചെയ്യും കേട്ടോ. ഗൈസ് പിന്നെ ഈ വണ്ടിയുടെ ഓണറിൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. റാൻഡം 250 എന്നാണ് പുള്ളിക്കാരൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി കേട്ടോ. എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. നിങ്ങൾ പുള്ളിക്കാരനെ കൂടെ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തേക്കും. ഇതിൻ്റെ റീൽസും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ്റെ പേജിൽ ഇട്ടിട്ടുണ്ട്. മാത്രമല്ല റോഡ് പ്രസൻസ് ആയാലും വണ്ടിയിൽ അത്യാവശ്യം നല്ല റോഡ് പ്രസൻസ് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. ഡ്യൂക്കിൻ്റെ കാര്യം ഞാൻ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ കൊച്ചു കുട്ടികൾക്കായാലും ഇപ്പോൾ ഒരു 13-14 വയസ്സായ കുട്ടികളായാലും നമ്മൾ എവിടെയെങ്കിലും വണ്ടി തൊട്ട് അവർ ചോദിക്കും ബ്രോ ത്രോട്ട് കൊടുത്തോട്ടെ എന്നൊക്കെ. കാരണം ആ ഒരു പേരാണ് കേട്ടോ വണ്ടിയുടെ ലുക്കിലുപരി KTM ഡ്യൂക്ക് എന്ന് പറയുന്ന ആ ഒരു പേരാണ് എല്ലാവർക്കും ഫീല്. കാരണം BS3 ഇറങ്ങിയ സമയത്ത് എല്ലാവരും പറയണമെന്ന് വെച്ചാൽ കാലം വണ്ടി, കൊലയാളി വണ്ടി എന്നൊക്കെ ഒരു ചീത്തപ്പേരുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ വണ്ടി ഉപയോഗിക്കാൻ അറിയാമെന്നുള്ള ഒരാളുടെ കയ്യിൽ കിട്ടിയാൽ വണ്ടിക്ക് കാലം വണ്ടി ഒന്നുമില്ല. നമ്മളെ വണ്ടി കറക്റ്റ് നമ്മുടെ പവർ അനുസരിച്ച് നമ്മൾ പോകണം കേട്ടോ. വണ്ടിയുടെ താളത്തിനനുസരിച്ച് നമ്മൾ പോകണം. അല്ലാതെ ഒരു ബിഗിനർ കയറി 390 എടുത്താൽ ഉറപ്പായിട്ടും കപ്പാവും. ഒരു കപ്പെങ്കിലും ഉറപ്പായിട്ടും എടുക്കും കേട്ടോ. അത് വണ്ടിയുടെ താളം അറിഞ്ഞുകൂടാതെ പോകണോണ്ടാണ് കേട്ടോ. കറക്റ്റ് നമ്മളെ കയ്യിൽ നിന്ന് വണ്ടി പോകുമെങ്കിൽ നമുക്ക് എത്ര CC കൂടിയ വണ്ടിയായാലും നമുക്ക് ധൈര്യമായിട്ട് എടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതുപോലത്തെ ഓപ്പൺ റോഡ് കിട്ടുമ്പോൾ കഴപ്പ് കാണിക്കാതിരുന്നാൽ നമുക്ക് എന്തായാലും ഉറപ്പായിട്ട് നമ്മളെ കയ്യിൽ നിൽക്കാവുന്ന വണ്ടികളെ ഉള്ളൂ. ഇപ്പോൾ ഏത് റൈഡേഴ്സ് ആയാലും ശരി തന്നെ മാക്സിമം നമ്മുടെ കയ്യിൽ എത്ര സ്പീഡിലാണ് നമ്മുടെ കയ്യിൽ ആ വണ്ടി നിൽക്കുന്നത് ആ സ്പീഡിൽ പോകുക കേട്ടോ. ഇപ്പോൾ 160 നമ്മുടെ കയ്യിൽ വണ്ടി നിൽക്കുമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് 160 പോവാം. പിന്നെ ഫൈനും കാര്യങ്ങളൊക്കെ എന്നാലും ജസ്റ്റ് ഒരു ഭാഗത്ത് കാണും. ഇപ്പോൾ ഒരാൾ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ആ 160 പോകുമ്പോൾ നമ്മുടെ കയ്യിൽ ആ വണ്ടി ആളുടെ ഫ്രണ്ടിൽ കറക്റ്റ് നിൽക്കും എന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് എടുക്കാം. സോ ഗൈസ് ഞാൻ ഈ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ പറയാനായിട്ട് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. പിന്നെ ഈ വണ്ടിയുടെ വണ്ടിക്ക് കിട്ടുന്ന മൈലേജ് എന്ന് വെച്ചാൽ ഭയങ്കര ശോകമാണ് കേട്ടോ. 25-26 വണ്ടി കിട്ടുന്ന മൈലേജ്. ഇപ്പോൾ ഞാൻ ഏത് മൈലേജ് ടെസ്റ്റിൻ്റെ വീഡിയോ ഇട്ടാലും അതിൽ പറഞ്ഞ കമൻറ്റാണ് ബ്രോ എൻ്റെ വണ്ടിക്ക് അതിനേക്കാളും കൂടുതൽ കിട്ടുന്നുണ്ടോ. എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളെ വണ്ടി എങ്ങനെ യൂസ് ചെയ്യുക അതുപോലെ നമുക്ക് മൈലേജ് കിട്ടും. ഇപ്പോൾ നമ്മൾ ഹൈ എൻഡ് RPM കൊടുത്ത് ത്രോട്ടൊക്കെ കൊടുത്ത് പോകുകയാണെങ്കിൽ മൈലേജ് നല്ല ഷോർട്ടായിരിക്കും. വണ്ടി എടുത്ത സമയത്ത് ഇപ്പോൾ ഷോറൂമിൽ നിന്ന് പറയുന്ന കാര്യമുണ്ട് 10,000 കിലോമീറ്റർ മാക്സിമം പയ്യെ പോകാൻ നോക്കണമെന്ന്. മാക്സിമം പയ്യെ പോകുക എന്നുള്ളതല്ല കേട്ടോ. RPM കറക്റ്റ് കീപ്പ് ചെയ്ത് പോകുന്നുണ്ട്. അതായത് ഒരു ഗിയറിന് ഇത്ര RPM എന്നുണ്ട് കേട്ടോ. 6th ഗിയറിനാണെങ്കിൽ 5000 to 5500 RPM ആ ഒരു RPM ലിമിറ്റ് ഉണ്ട്. ആ ഒരു ലിമിറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ 6th ഗിയറിൽ നമുക്ക് 85-86 ആ ഒരു സ്പീഡിൽ നമുക്ക് കയറാൻ പറ്റും. ആ ഒരു ലിമിറ്റ് അനുസരിച്ച് നമ്മൾ പോവുകയാണെങ്കിൽ ആ ഒരു ലിമിറ്റ് വച്ചിരിക്കുന്നത് നമ്മുടെ സേഫ്റ്റി കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് ആ വണ്ടിയുടെ ഹെൽത്ത് എന്നതിലുപരി നമ്മുടെ സേഫ്റ്റി അവർ നോക്കണുണ്ട്. വണ്ടിയുടെ ഹെൽത്ത് ഇപ്പോൾ കറക്റ്റ് ആ ഒരു RPM അനുസരിച്ച് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് വണ്ടിയിൽ മൈലേജും കൂടുതൽ കിട്ടും. അത്യാവശ്യം സാഹചര്യങ്ങൾ നമുക്ക് പവർ എടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ RPM അനുസരിച്ച് പോകുന്ന ഒരാളല്ല. ഞാൻ വണ്ടിയുടെ താളത്തിനനുസരിച്ച് പോകാറുണ്ട്. അതായത് എൻ്റെ കയ്യിൽ നിൽക്കുന്ന ആ ഒരു താളത്തിനനുസരിച്ചാണ് ഞാൻ വണ്ടി കൊണ്ടുപോകുന്നത്. എനിക്ക് അതാണ് ഇഷ്ടം കേട്ടോ. എൻ്റെ കംഫർട്ടിനനുസരിച്ച് പോകാനാണ് എനിക്കിഷ്ടം. വേറെ വണ്ടിയുടെ RPM അനുസരിച്ച് ഇപ്പോൾ ഞാൻ മൈലേജ് നോക്കിയെടുക്കാനാണെങ്കിൽ ഞാൻ ഒരിക്കലും ഡൊമിനോറിലോട്ട് പോകില്ല. വേറെ ഏതെങ്കിലും നമ്മുടെ ബിഗിനർ സീരീസ് പ്ലാറ്റിനം അങ്ങനത്തെ വണ്ടികളൊക്കെ കൊണ്ടുപോയി കമ്മ്യൂട്ടർ ബൈക്കിൽ. പക്ഷേ ഞാൻ നോക്കിയത് റൈഡിങ് കംഫർട്ട് വേണം, പവർ വേണം, എല്ലാം കൂടെ ചൂസ് ചെയ്തിട്ടാണ് ഞാൻ ഡൊമിനോർ എന്ന് പറയുന്ന ബൈക്ക് എടുത്തത് കേട്ടോ. ഇപ്പോൾ ഡ്യൂക്ക് എടുക്കുന്ന ഒരാൾ നോക്കുന്നത് വെച്ചാൽ പവർ, പിന്നെ ഡ്യൂക്ക് എന്ന ആ ഒരു ബ്രാൻഡ് നൈം അത് മാരകമാണ് കേട്ടോ. ഇപ്പോൾ ചിലർ ഡ്യൂക്ക് എടുക്കുമ്പോൾ 10 രൂപ കാണിക്കാൻ വേണ്ടി ഡ്യൂക്ക് എടുക്കുന്നവരുണ്ട്, നമ്മുടെ കംഫർട്ട് അനുസരിച്ച് ഡ്യൂക്ക് എടുക്കുന്നവരുണ്ട്, ഡ്രീം കൊണ്ട് ഡ്യൂക്ക് എടുക്കുന്നവരുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഡ്യൂക്ക് എടുക്കാനുള്ള കാരണം, ഡ്യൂക്ക് ഉള്ളവരാണെങ്കിൽ KTM ഡ്യൂക്ക് എന്ന് പറയുന്ന ബൈക്ക് ഏത് CCയിലുള്ള വണ്ടി ആയിക്കോട്ടെ അത് എടുക്കാനുള്ള കാരണം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇപ്പോൾ എനിക്ക് KTM ഡ്യൂക്ക് എടുക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ എടുക്കുന്നത് വണ്ടിയുടെ പവർ നോക്കിയിട്ടാണ് കേട്ടോ. അതായത് നമ്മുടെ കംഫർട്ട് ഉണ്ട് കേട്ടോ. അതായത് നമുക്ക് ഇങ്ങനെ ഇരുന്ന് പോകുമ്പോൾ നേക്കഡ് ലുക്ക് ആയതുകൊണ്ട് എത്ര പവറിലാണ് നമുക്ക് കയറാനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടുന്ന ഒരു വണ്ടിയാണ് നമ്മുടെ KTM ഡ്യൂക്ക് എന്ന് പറയുന്ന വണ്ടികൾ. ഏത് സീരീസ് ആയിക്കോട്ടെ, ഏത് CCയുള്ള വണ്ടി ആയിക്കോട്ടെ, ആ CC അനുസരിച്ചുള്ള പവർ KTMൻ്റെ വണ്ടികൾ പ്രൊവൈഡ് ചെയ്യണമുണ്ട് കേട്ടോ. ഇപ്പോൾ BS3യുടെ അതേ പവറാണ് BS6ൽ ഇപ്പോൾ ഇറങ്ങുന്ന വണ്ടികൾ, E20 വെർഷൻ വണ്ടികൾ ഇറങ്ങുന്നതെന്ന് കമ്പനി അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ അതിൻ്റെ സ്പീഡ് ടെസ്റ്റും കാര്യങ്ങളും ഞാൻ കറക്റ്റ് നോക്കിയിട്ടില്ല. ഒരുപക്ഷെ BS3യുടെ പവർ കാണും, ഒരുപക്ഷെ അതിനേക്കാളും പവറും കാണും കേട്ടോ. കാരണം BS6 നോർമൽ വണ്ടികൾ ഇറങ്ങിയപ്പോൾ ഡ്യൂക്കിനൊരു ചീത്തപ്പേരുണ്ടായി. വണ്ടി ഒട്ടും പവറില്ല, വണ്ടി പവറില്ലെങ്കിൽ മൈലേജും ഇല്ല എന്നുള്ളൊരു ചീത്തപ്പേര്. ഇപ്പോൾ ഡ്യൂക്ക് എടുക്കുന്ന ഒരാൾ ഒരിക്കലും മൈലേജ് നോക്കില്ല, സ്വാഭാവികം. ഡ്യൂക്ക് എടുക്കുന്നത് ഡ്യൂക്ക് എന്ന പേര് കേട്ടിട്ടാണ് കേട്ടോ സംഭവം. ഒരു ക്യൂട്ട്, എനിക്ക് എത്ര പേരുള്ള ക്യൂട്ട്.
പേരിനനുസരിച്ചുള്ള പവർ, സിംഹം, അങ്ങനെയൊക്കെ നമുക്ക് പറയാം കേട്ടോ. സോ ഞാൻ എന്തായാലും പറഞ്ഞ് വീഡിയോ ഭയങ്കര ലാഗ് അടുപ്പിച്ച് ടൈം കയറ്റാനുള്ള കേട്ടോ. സോ ഗൈസ്, നമ്മുടെ ഈ വീഡിയോ കാണുന്നവർ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ മറക്കണം. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിലുണ്ട് കേട്ടോ. ഇത്രയും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഡ്യൂക്ക് 250 റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും കണ്ടന്റ് ആണ് ജസ്റ്റ് ഒന്ന് സജസ്റ്റ് ചെയ്യുക കേട്ടോ. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അടുത്ത വീഡിയോ നമ്മുടെ PPFൻ്റെ വീഡിയോ ആയിരിക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡ്യൂക്കും ഡൊമിനറും നമ്മളൊരു കമ്പാരിസൺ നടത്താം. അപ്പോൾ ബൈ.